എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇത്തവണ കുറേയധികം ഡിലേസ് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാർവൽ ഫാൻസിന് വലിയ കിടുക്കാച്ച് കുറേ ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നീട് നമ്മൾ സോണിയിലേക്ക് നോക്കിയാൽ സോണി നമ്മളെ ഓരോരുത്തരെയും കുറ്റം പറയുന്ന കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ഒരു റൗണ്ട് അപ്പ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷത്തെ നമ്മുടെ അവസാനത്തെ വീഡിയോയും കൂടി ആയിരിക്കും ഇത്. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, അപ്പം നമുക്ക് തുടങ്ങിക്കാം. സോ ആദ്യം തന്നെ നമുക്ക് നേരെ നമ്മുടെ ഡിസ്നിയുടെയും പിക്സാറിൻ്റെയും ഒരു ലെജൻഡറി ഫ്രാഞ്ചൈസ് തന്നെ ആയിട്ടുണ്ടായിരുന്ന ടോയ് സ്റ്റോറി 5 കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള നമ്മുടെ ലൈറ്റ്നിങ് ബസ് ഇയറിനെ ചെയ്തിട്ടുള്ള ടിം അലൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് വന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഭയങ്കര ക്ലെവർ ആണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇതിൻ്റെ കുറേ കൂടി കൂടുതൽ പാർട്സ് വന്നു പുള്ളിക്കാരന് കാണാൻ താല്പര്യമുണ്ട്. ആൻഡ് നമ്മളെല്ലാവരും അടുത്ത് തന്നെ കാണുന്നതായിരിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് എന്താണ് ടിം അലൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ടോയ് സ്റ്റോറി? സോ ഈ അടുത്തിടെ നിക്കോൾ കിഡ്മാൻ്റെ ഒരു ഇറോട്ടിക് ആയിട്ടുള്ളൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സിനിമയുടെ മേജർ പ്രമിസസ് തന്നെ ഒരു ഏജ് ഗ്യാപ്പ് ഉള്ളൊരു എന്താ പറയേണ്ട ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ. പക്ഷെ നമുക്കറിയാം ഇപ്പം നമ്മുടെ വേൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത് നോർമലൈസേഷനിൽ കൂടിയാണ്. എന്ത് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാലും അത് നോർമലൈസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ സിനിമ, അതായത് ബേബി ഗേൾ എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ഡയറക്ടർ തന്നെ ഈ അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏജ് ഗ്യാപ്പ് ഇതേപോലത്തെ ഒരു റിലേഷൻഷിപ്പിലൊന്നും വലിയ കാര്യമല്ല. ഇപ്പോൾ 20 വയസ്സുള്ളൊരു ചെറുക്കൻ 40-50 വയസ്സുള്ള ഒരാളായിട്ടൊരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ, ഒരു ആൻറ്റി ആയിട്ടൊരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഓക്കെ, അങ്ങനെ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. അതായത് 80 വയസ്സുള്ളൊരു അപ്പൂപ്പൻ 20-21 വയസ്സുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ കുറേ കൂടി നോർമലൈസ് ആക്കണം എന്നുള്ളൊരു എന്താ പറയുക ബോധവൽക്കരണമാണ് അവർ ഈ ഒരു സിനിമയെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോഴും ഞാൻ ഇത്രയും ചോദിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ കാറ്റഗറി ഇറോട്ടിക്കിലേക്ക് പോകുന്നത്? സോ അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് റിലേഷൻഷിപ്പ് മാത്രമല്ല, അത് പ്യുവർ ലസ്റ്റ് ആണ് നമുക്കിതിനകത്ത് കാണാനും കഴിയുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഈ പറയുന്ന നോർമലൈസേഷൻ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഫൈനലി ക്രിസ്റ്റോഫർ നോളന്റെ പുതിയ വാമ്പയർ സിനിമയുടെ പേര് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദ ഓഡിസി എന്നായിരിക്കും സിനിമയുടെ പേരെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് നമുക്കറിയാം ഇതിനകത്ത് ടോം ഹോളണ്ട്, അതുകൂടാതെ മാറ്റ് ഡാമനെയും അത് പിന്നെ സിന്ധിയൊക്കെ നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത് തന്നെയാണ്. റോബർട്ട് പാറ്റിസണും കൂടിയുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. ആൻഡ് ക്രിസ്റ്റോഫർ നോളൻ പറയുന്ന ഐമാക്സിലെ തന്നെ നമ്മൾ ഇതുവരെയും കേൾവി അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കണ്ടിട്ട് പോലും ഇല്ലാത്തുള്ള രീതിയിലുള്ള ഒരു ടെക്നോളജിയും കൂടിയാണ് ഈ സിനിമയ്ക്കകത്ത് അവർ ഉപയോഗിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും അതൊരു മാസ്റ്റർ പീസ് ആകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം ക്രിസ്റ്റോഫർ നോളൻ ഏതൊരു സിനിമ എടുക്കുമ്പോഴും ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ അവർ ഏകദേശം വെച്ചേക്കുന്നത് ജൂലൈ 2026 സോ ഇനി നമുക്ക് നേരെ നമ്മുടെ സോണിയുടെ കാട്ടവരാധത്തിലേക്ക് പോകാം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സോണിയുടെ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. നിങ്ങൾ കണ്ടല്ലേ, ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം, നിങ്ങൾ കണ്ടു നോക്കാമോ തന്നെയാണ്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമുക്ക് ഈ അടുത്തിടയ്ക്കകത്ത് ഒരു ഇൻ്റർവ്യൂവിനകത്ത് സോണിയുടെ CEO ആയിട്ടുള്ള ടോണി ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് മാഡം വെബ് ഒരിക്കലും ഒരു ടെറിബിൾ ആയിട്ടുള്ളൊരു സിനിമ അല്ലായിരുന്നു. മാഡം വെബിനെ നിങ്ങൾ ഓരോരുത്തരുമാണ് ഇത്രയും വലിയൊരു ടെറിബിൾ സിനിമയാക്കിയത്. അതായത് ക്രിട്ടിക്സ്, പ്രസ്, പിന്നെ ഓഡിയൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു സിനിമയെ പഞ്ഞി കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആ ഒരു സിനിമ മോശമായിട്ടുള്ളൊരു സിനിമയായിട്ട് മാറിയത്. അല്ലാതെ സിനിമയുടെ സ്ക്രിപ്റ്റ് വൈസും സ്റ്റോറി വൈസും ഒക്കെ നല്ലൊരു സിനിമ തന്നെയാണ് ഞങ്ങൾ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഒറ്റൊരുത്തൊരു കാരണം തന്നെയാണ് ആ ഒരു സിനിമ ഈ ഒരു ലെവലിൽ എത്തിയെന്നാണ് ടോണി പറയുന്നത്. നിങ്ങൾ ടോണി പറയുന്ന കാര്യത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആൻഡ് ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമുക്കൊരു മറ്റൊരു അപ്ഡേറ്റ് ക്രേവൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം SSUവിലെ അവസാനത്തെ സിനിമ തന്നെയാണ് ക്രേവൻ ദ ഹണ്ടർ. ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ന്യൂ ഇയർ പ്രമാണിച്ചാണ് സിനിമ നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെ. പക്ഷേ SSU ആ ഒരു മൂവി ഹിസ്റ്ററിയിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ലോവസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ലഭിച്ചിട്ടുള്ള ഒരേ ഒരു സിനിമ അത് ക്രേവൻ ദ ഹണ്ടർ തന്നെയാണ്. മാഡം വെബിന് വരെ ഇതിനേക്കാളും നല്ലൊരു ഓപ്പണിംഗ് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം അതെല്ലാം ഹൈപ്പ് ചെയ്ത് അവസാനം ആൾക്കാർക്ക് തന്നെ മനസ്സിലായി ഇതൊന്നും നടക്കില്ല. പിന്നെ റേറ്റിംഗ് അവിടെയുണ്ട്, കുട്ടികൾക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രേവൻ ദ ഹണ്ടറിനാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ബോക്സ് ഓഫീസിൽ ലഭിച്ചിട്ടുള്ളത്. അത് മറ്റൊരു ഫ്ലോപ്പ് ആയിരുന്നു, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ എത്ര പേര് ക്രേവൻ ദ ഹണ്ടർ ന്യൂ ഇയറിന് തിയേറ്ററിൽ പോയി കാണാൻ
പ്ലാൻ ചെയ്തിരിപ്പുണ്ട്, അതോ നിങ്ങൾക്ക് യു ഹാവ് ബെറ്റർ തിങ്സ് ടു ഡു എന്നാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലെക്സ് ലൂതർ അതായത് നിക്കോളസ് ഹോൾട്ടിന് ഈ ഇടയ്ക്ക് വലിയൊരു വെറൈറ്റി ഗിഫ്റ്റ് പുള്ളിക്കാരൻ ഈ റീസെന്റ് അഭിനയിച്ചിട്ടുള്ള സിനിമയായിട്ടുള്ള നോസ്ഫെറാട്ടുവിന്റെ പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ സമയത്ത് അതിന്റെ ഡയറക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മറ്റൊന്നുമല്ല, ഒരു പ്രോസ്തെറ്റിക് പീനിസ് ആയിരുന്നു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പുള്ളിക്കാരൻ തന്നെ കോസ്റ്റാർ ആയിട്ടുള്ള ബില്ല് ആ ഒരു സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. ഇതെന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. സോ എന്താണെങ്കിലും പീനിസാണ് ഗിഫ്റ്റായിട്ട് നമ്മുടെ ലെക്സ് ലൂതറിന് കൊടുത്തിട്ടുള്ളത്. ഇനി പുള്ളിക്കാരൻ അത് വെച്ച് എന്ത് ചെയ്യുമെന്ന് നമുക്ക് എന്താണെങ്കിലും ആലോചിക്കരുത്. സോ ഡി സിയുടെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്, ഡി സിയുടെ ആനിമേറ്റഡ് സീരീസ് ആയിട്ടുള്ള ക്രീച്ചർ കമാൻഡോസ് സീസൺ 2ലേക്ക് അവർ റിന്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സീസൺ 1 കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇല്ല എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നത് തന്നെയാണ്. ആൻഡ് ഇനി നമുക്ക് നേരെ കുറച്ച് ഗെയിമിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞു തരുന്നൊരു കാര്യം തന്നെയാണ്. അതായത് പറഞ്ഞാൽ സ്റ്റീമിൻ്റെയും എപ്പിക് ഗെയിംസിൻ്റെയൊക്കെ വിൻ്റർ സെയിൽ ഇപ്പോൾ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നിങ്ങൾക്ക് ഗെയിംസ് ചീപ്പ് റേറ്റിന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമയം യൂട്ടിലൈസ് ചെയ്യുക. ജാനുവരി 10 അല്ലെങ്കിൽ ജാനുവരി 5 വരെ എങ്ങാണ്ട് ടൈം ലൈൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് എപ്പിക് ഗെയിംസിനകത്തും കുറേ ഫ്രീ ഗെയിംസ് ഒക്കെ അവർ വാരിക്കോരി കൊടുക്കുന്നുണ്ട്, AAA ഗെയിംസ്. സോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഗെയിമിങ്ങിലോട് താല്പര്യമുണ്ടെങ്കിൽ തന്നെ. ഇനി നമ്മുടെ നെറ്റ്ഫ്ലിക്സ് നമ്മൾ ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ക്വിഡ് ഗെയിമിൻ്റെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. യെസ്, നമ്മൾ അതിൻ്റെ ഒരു ഫുൾ ഫ്ലെജ് റിവ്യൂ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ സീസൺ 2 അവർ കൊണ്ടേ തൊലച്ചു, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം സീസൺ 1 നമ്മളെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നതും കുറേ ക്രിയേറ്റീവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ഗെയിംസ് എല്ലാം നമ്മൾ സീസൺ 2 നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കതൊന്നും കാണാൻ കഴിയുന്നില്ല. അത് ഒരു രീതിയിലും ഫണ്ണല്ല, ഒരു രീതിയിലും എൻഗേജിങ് അല്ല. നമുക്ക് ആ ഒരു ടെൻഷൻ ബിൽഡിങ് ഇതൊന്നും നമുക്ക് എന്താണ് സീസൺ 2 നമുക്ക് ലഭിച്ചിട്ടില്ല. നെറ്റ്ഫ്ലിക്സ് എന്താണോ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 1 ഹിറ്റ് ആയപ്പോഴത്തേ അവർ ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ഒരു സെയിം കാര്യം തന്നെയാണ് സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 2 അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കാണുന്ന വ്യൂവേഴ്സ് ഒന്നും നമ്മൾ പൊട്ടന്മാരല്ല, നമുക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോൾ റേറ്റിംഗ് നേരെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. സോ സീസൺ 3 കുറിച്ച് എനിക്ക് തോന്നുന്നില്ല, അവർ റിന്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് നോക്കാം. സോ നിങ്ങൾ കണ്ടോ സീസൺ 2 സ്ക്വിഡ് ഗെയിമിനെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. നമുക്കറിയാം ഈ വർഷത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് നമുക്ക് മാർവലിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളതിലേക്കും വെച്ച ഏറ്റവും വലിയ സിനിമ തന്നെയായിരുന്നു ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. റീസെന്റ് റയാൻ റെനോൾഡ്സ് അതിനെക്കുറിച്ചൊരു കേസ് സ്റ്റഡി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതായത് ഇനി വരാൻ പോകുന്ന ഓസ്കാർ നോമിനേഷനകത്ത് ഈ സിനിമയ്ക്ക് നോമിനേറ്റഡ് ആകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതായത് ഓസ്കറിലേക്ക് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ നോമിനേറ്റ് ആകുവാണെങ്കിൽ ഏത് കാറ്റഗറിയിലായിരിക്കും നോമിനേറ്റ് ആകാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ DC-യുടെ വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യമേ പറയാം, ഇറ്റ്സ് എ ബാഡ് ന്യൂസ്. മറ്റൊന്നുമല്ല, നിങ്ങൾ ബാറ്റ്മാൻ 2 വേണ്ടിയിട്ട് മാറ്റ് റീവ്സിൻ്റെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നെങ്കിൽ സിനിമ ഡിലേ ചെയ്തു എന്നുള്ളൊരു ഇതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. 2027 അവരെന്താണ് ഡിലേ ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് റീസെൻ്റ്ലി ജെയിംസ് ഗണ്ണും ഒരു പ്രസ് മീറ്റിങ്ങിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ട് 5 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സീക്വൽ വരുന്നത് അത് സത്യം പറഞ്ഞൊരു നോർമൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആർക്കും ഒരു സിനിമ ഇറങ്ങിയിട്ട് 2 വർഷം അല്ലെങ്കിൽ 1 വർഷം ഇൻ ബിറ്റ്വീൻ അതിൻ്റെ സീക്വൽ വേണമെന്ന് അവിടെ ആരും പറയുന്നില്ല. സോ ഇപ്പോൾ ഞങ്ങളുടെ ഷെഡ്യൂൾ പ്രകാരം എന്താണെങ്കിലും സിനിമ പുഷ് ചെയ്ത് 2027 വച്ചേക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മാറ്റ് റീവ്സിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കണേ. മാറ്റ് റീവ്സ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, സ്ക്രിപ്റ്റ് തീർന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണെങ്കിലും 2 വർഷം വേണം മൊത്തത്തോടെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാനും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാനെന്നുള്ളൊരു കാര്യം മാറ്റ് റീവ്സ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞേക്കണ DC യൂണിവേഴ്സ്, അതായത് നമുക്കറിയാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു DC യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് അവർക്കും കുറച്ച് ഗ്രൗണ്ട് വർക്ക് ചെയ്യാനുണ്ട്. സോ ആ ഒരു കാര്യങ്ങൾ വെച്ചാണ് സത്യം പറഞ്ഞാൽ ബാറ്റ്മാനെ അവർ പുഷ് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഇപ്പോഴേ പറയാം, ഇത് ജെയിംസ് ഗണ്ണിൻ്റെ യൂണിവേഴ്സിൽ വരുന്ന ബാറ്റ്മാൻ അല്ല, ഇത് DC എൽസ് വേൾഡിൽ സംഭവിക്കുന്ന ബാറ്റ്മാനാണ്. നേരത്തെ നമ്മൾ ജോക്കറിനെ കണ്ടതുപോലെ തന്നെ ജെയിംസ് ഗണ്ണിൻ്റെ ബാറ്റ്മാൻ വരും. അതിനെക്കുറിച്ച് ഈയിടയ്ക്ക് ജെയിംസ് ഗണ്ണ് പറയുന്നുണ്ടായിരുന്നു ബാറ്റ്മാന് സെപ്പറേറ്റ് ഒരു സിനിമയുടെ ആവശ്യമൊന്നുമില്ല ഈ ഒരു DC യൂണിവേഴ്സിനകത്ത് എക്സ്റ്റാബ്ലിഷ് ആകാൻ, ബാറ്റ്മാൻ അല്ലാതെ തന്നെ വലിയൊരു ക്യാരക്ടർ തന്നെയാണെന്നൊക്കെ ജെയിംസ് ഗൺ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് റീസെൻ്റ്ലി നമ്മുടെ റോബർട്ട് പാറ്റിസൺ മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാനും പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു, മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു ബാറ്റ്മാൻ ഫ്രാഞ്ചൈസ് തന്നെയായിരിക്കും എൻ്റെ കരിയറിൻ്റെ അവസാനമെന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. കാരണം അത്രയും ടൈം എടുത്താണ് നമുക്ക് അതിൻ്റെ ഓരോ സീക്വൽസ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ഡിലേയെക്കുറിച്ച്?
ഞാൻ ഇത്രേ പറയുള്ളൂ, അവർ ഡിലേ എടുത്തോട്ടെ, പക്ഷെ നമുക്ക് കിട്ടുമ്പോൾ നല്ലൊരു സിനിമയായിരിക്കണം. അല്ല ജോക്കർ 2 പോലെയുള്ള അപരാധങ്ങൾ നമുക്ക് ആരും കൊണ്ടുവന്ന് തരരുത്. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ മാർവൽ ഫാൻസിന് വേണ്ടിയിട്ടുള്ള വലിയൊരു അപ്ഡേറ്റിലേക്ക് തന്നെ നമുക്ക് പോകാം. മാർവൽ ഫാൻസിന് വേണ്ടി മാത്രമല്ല, മാർവലിനും 2025 വലിയൊരു ഇയർ തന്നെയാണ്. കാരണം നമുക്ക് ഒത്തിരിയധികം മാർവൽ പ്രൊജക്ട്സ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരെ നമ്മൾ സിനിമയിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാന്റാസ്റ്റിക് 4 വരുന്നുണ്ട്. ആൻഡ് അത് കൂടാതെ തന്നെ നമുക്ക് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഏറ്റവും പുതിയ സിനിമ ബ്രേവ് വേൾഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. തണ്ടർ ബോൾട്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ആനിമേറ്റഡിലേക്ക് നമ്മൾ നോക്കിയാൽ ഐസ് ഓഫ് വാക്കാൻഡ എന്ന് പറഞ്ഞിട്ടുള്ള ആനിമേറ്റഡ് സീരീസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ടോം ഹോളണ്ട് ആയിട്ടുള്ള പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ആ ഒരു ഇതായിട്ടൊന്നും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് മാർവലിന്റെ വാട്ട് ഇഫിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മാർവൽ സോംബീസ്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് സീരീസ് ആയിട്ട് തന്നെ നമുക്ക് മാർവൽ സോംബീസിന്റെ സീരീസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി മാർവലിന്റെ ലൈവ് ആക്ഷൻ ടെലിവിഷനിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് വണ്ടർ മാനെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. അതൊരു വെറൈറ്റി രീതിയിലാണ് അവർ കൊണ്ടുപോകണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അയൺ ഹാർട്ട് കുറെ നാൾ മുമ്പ് നമ്മൾ അനൗൺസ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സാധനമാണ്. ഫൈനലി നമുക്ക് ലഭിക്കും. പക്ഷെ ഇതൊന്നുമല്ല, നിങ്ങൾക്കറിയാം ഞാൻ എന്താ പറയാൻ പോകുന്നത്. യെസ്, നമ്മുടെ ചാർലി കോക്സ് അണ്ണന്റെ ഡെയർഡെവിൽ ബോൺ അഗൈനും കൂടി നമുക്ക് എന്താണെങ്കിലും ഈ വർഷം, അതായത് 2025 തന്നെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെ. സോ ഇത്രയും പ്രൊജക്ട്സ് ആണ് നമുക്കിനി 2025 മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ മാർവലിലേക്ക് നോക്കിയാൽ വലിയൊരു വർഷമാണ് നമുക്ക് എന്താണെങ്കിലും മാർവലിൻ്റെ 2025 എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. 2024 അധികം പ്രൊജക്ട്സ് അവർക്ക് ഇല്ലായിരുന്നെങ്കിൽ തന്നെ 2025 വരുമ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവിടെയും എല്ലാ ഒരു ഫാൻസിനും ഉണ്ടാകുന്ന വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്തുകൊണ്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കണം എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ആൻസർ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രൊജക്ട്സ് ഉണ്ടെങ്കിലും ഈ ഒരു പ്രൊജക്ട്സിനൊക്കെ സത്യം പറഞ്ഞാൽ ഉള്ള പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അവഞ്ചേഴ്സ് ഡൂംസ്ഡേ അല്ലെങ്കിൽ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രോസ് ഓവർ ഇവൻറ്റ്സിന് വേണ്ടിയിട്ടുള്ളൊരു അടിത്തറ പാകാനാണ് മാർവൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണെങ്കിൽ ഈ വർഷം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ പഴയ അവഞ്ചേഴ്സിനകത്തുള്ള പല കാസ്റ്റുള്ള ആൾക്കാരും തിരിച്ച് മാർവലിലേക്ക് വന്ന് ജോയിൻ ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ക്രിസ് എവൻസ്, റോബർട്ട് ഡൗണി ജൂനിയർ ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് എല്ലാവരും വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ കുറേ കീ ക്യാരക്ടേഴ്സ് ഇനിയും നമുക്ക് വരാൻ പോകുന്നത് തന്നെയായിരിക്കും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി വരാൻ പോകുന്ന സിനിമയായിട്ടുള്ള ഡൂംസ്ഡേ, സീക്രട്ട് വാർസ്, സ്പൈഡർമാൻ 4 ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ലിങ്ക് ബിൽഡിങ്ങും സത്യം പറഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പ്രൊജക്ട്സിൽ കൂടിയും സിനിമകളിൽ കൂടി മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർവലിനെ സംബന്ധിച്ച് ഒരിക്കലും അവർക്ക് ഫെയിൽ പോലും ചെയ്യാൻ പറ്റാത്തൊരു വർഷമാണ് ഇനി വരാൻ പോകുന്നത് 2025. സോ നിങ്ങൾ ഇതിനകത്ത് ഏതൊരു മാർവൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ളത്? അതോ DC പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ളത്? അതോ ഇതൊന്നുമല്ലാതെ ഹോളിവുഡിൽ ഇനി നമ്മൾ വരാനിരിക്കുന്ന 2025 കാണാൻ പോകുന്നതായിട്ടുള്ള സീരീസുകൾ അല്ലെങ്കിൽ വേറെ സിനിമ ഫ്രാഞ്ചൈസിയിലേക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുകൂടാതെ തന്നെ 2025 വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസും എല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓസ്കർ നോമിനീസ് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നത് തന്നെയാണ്. സോ എന്താണെങ്കിലും നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോയും കൂടി തന്നെയായിരിക്കും. ആൻഡ് നമുക്ക് ന്യൂ ഇയർ ക്രേവൻ്റെ റിവ്യൂവിൽ കൂടിയായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം അതൊരു ദുരന്തമാണ്, പക്ഷെ എന്നാലും നമുക്കൊരു ദുരന്തത്തോടെ കൂടി നമുക്ക് എന്താണെങ്കിലും ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമെന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. സോ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ വിഷസ്, നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കില്ല എന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ നമുക്കറിയാം 2025 നമുക്ക് 100K എന്ന് പറയുന്ന ഗോളിൽ എത്തണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സോ ഉണ്ടാവും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്കിടെ ഈ ഒരു ചെറിയ ഫാമിലി നമുക്ക് വലുതാക്കാൻ കഴിയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് കത്തിരിക്കുന്നില്ല. അപ്പോൾ അടുത്ത വർഷം കാണാം. ടാറ്റ, ബൈ ബൈ.